ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് നമ്മൾ കാരണം നമ്മളൊരു പിന്നെ പടത്തിൽ വന്ന് നമ്മൾ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കായി അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷനിലേക്ക് പോണ സമയത്ത് നമ്മളെ ഡേറ്റ് അവരോട് ക്ലാഷ് ആവും. കാരണം പല സ്ഥലത്തുനിന്ന് അപ്പം ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇടവേള വെച്ചിട്ട് വിളിച്ച് പറഞ്ഞ ഹരീഷിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം, ഹരീഷിൻ്റെ പരാതി തീർക്കാൻ എനിക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് നോക്കിക്കോളാം, ഒക്കെ കറക്റ്റ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെടുത്ത് വന്ന് ആ ആള് കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടുവന്ന ആളായിരുന്നു. ഒരു കൊല്ലം 10-15 പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. കൊറോണ വന്ന് 2 വർഷം കൊറോണ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. തരാം, അത് ഇറങ്ങിയിട്ട് തരാം, മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് അമ്മയെ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല.